അടുത്ത ദിവസങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു രജിഷ വിജയൻ്റെ ഐറ്റം ഡാൻസ്. നേരത്തെ അവർ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞുള്ള വീഡിയോ ഒക്കെ വെച്ചാണ് ട്രോളുകൾ വരുന്നത്. എന്നാൽ ആദ്യമായി ഐറ്റം ഡാൻസ് കളിച്ച നടിയൊന്നുമല്ല രജിഷ. രജിഷയ്ക്ക് മുന്നേ ഐറ്റം ഡാൻസ് കളിച്ച മലയാളം നായിക നടിമാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഭാമ 2007 ലോകദിത സംവിധാനം ചെയ്ത നിവേദ്യം എന്ന സിനിമയിലൂടെയാണ് ഭാമ സിനിമയിലെത്തിയത്. ഹരീന്ദ്രൻ, നിഷ്കളങ്കൻ, സൈക്കിൾ, ഇവർ വിവാഹിതരായാൽ, ജനപ്രിയൻ, സെവൻസ് തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഓട്ടോ രാജ എന്ന കന്നഡ സിനിമയിലാണ് താരം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം വിമർശനങ്ങൾ വന്നതിലാണോ എന്നറിയില്ല, താനിനി ഒരിക്കലും ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന തീരുമാനമാണ് ഭാമ പിന്നീട് എടുത്തത്. അടുത്ത കാലത്തായി അവർ സിനിമയിലേക്കുള്ള തിരിച്ചറിയാനുള്ള സൂചനകളും നൽകിയിട്ടുണ്ട്. ജ്യോതിർമയി കോട്ടയം സ്വദേശിനിയായ ജ്യോതിർമയി സീരിയൽ രംഗത്ത് നിന്നാണ് സിനിമയിലേക്ക് എത്തുന്നത്. പൈലറ്റ് എന്ന ചിത്രമാണ് ആദ്യമായി അഭിനയിച്ചത്. മീശമാധവൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. മോഡലിംഗ് രംഗത്തും സജീവമായിരുന്നു. നന്ദനം, കല്യാണരാമൻ, എൻ്റെ വീടപ്പൂൻ്റെയും, പട്ടാളം, കഥാവശേഷൻ, മൂന്നാമതൊരാൾ തുടങ്ങിയ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളും സജീവമായിരുന്ന ജ്യോതിർമയി സാഗർ ഇലിയാസ് ജാക്കി റീലോഡൻ എന്ന സിനിമയിലൂടെയാണ് ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. ഏതാനും തെലുങ്ക് ചിത്രങ്ങളിലും ഐറ്റം ഡാൻസിന് സമാനമായ ഗാനങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് സിനിമയിൽ സജീവമല്ലായിരുന്ന ജ്യോതിർമയി തന്റെ ഭർത്താവ് കൂടിയായ അമൽ നീരദിന്റെ ബൊഗൈൻവിൻ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. രമ്യ നമ്പീശൻ ഹലോ ഗുഡ് ഈവനിങ് എന്ന തത്സമയ ഫോണിൻ പരിപാടിയിലൂടെയാണ് അവതാരകയായി രമ്യ നമ്പീശൻ മിനി സ്ക്രീനിലെത്തുന്നത്. ശേഷം ശരത്ത് സംവിധാനം ചെയ്ത സായാൻ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്ത് സജീവമാകുകയായിരുന്നു. പെരുമഴക്കാലം, ആനച്ചന്തം, ചോക്ലേറ്റ്, ചാപ്പാക്കുരിശ് തുടങ്ങി നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടി. പിന്നണി ഗാനരംഗത്തും താരം ശ്രദ്ധിക്കപ്പെട്ടു. ബാച്ചിലേഴ്സ് പാർട്ടി എന്ന സിനിമയിലൂടെയാണ് രമ്യ ഐറ്റം ഡാൻസ് ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടത്. പാട്ട് പാടിയതും രമ്യ തന്നെയായിരുന്നു. മൈഥിലി പാലേരി മാണിക്യത്തിലൂടെയാണ് മൈഥിലി അഭിനയ രംഗത്തെത്തുന്നത്. നല്ലൊരു നർത്തകി കൂടിയാണ് താരം. കേരള കഫേ, ഷിക്കാർ, സോൾട്ട് ആൻഡ് പെപ്പർ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാറ്റിനി എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായി ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. ഗാനത്തിൽ പിന്നണി പാടിയതും മൈഥിലി തന്നെയായിരുന്നു. പത്മപ്രിയ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ഡൽഹിയിലാണ് പത്മപ്രിയ ജനിച്ചത്. അഭിനയത്തോടും മോഡലിങ്ങിനോടുമുള്ള താല്പര്യമാണ് പത്മപ്രിയയെ അഭിനയവേദിയിലെത്തിച്ചത്. ആദ്യ ചിത്രം ഒരു തെലുങ്ക് ചിത്രമായിരുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എന്നിവരുടെ നായികയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ബാച്ചിലേഴ്സ് പാർട്ടി, ഇയോബിൻ്റെ പുസ്തകം, ടിയാൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ബാച്ചിലേഴ്സ് പാർട്ടിയിലാണ് താരം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. റോമ ഡൽഹിയിൽ ജനിച്ച് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ നടിയാണ് റോമ. മലയാളി അല്ലെങ്കിലും മലയാള ചിത്രമായ നോട്ട്ബുക്കിലൂടെയാണ് താരം സിനിമാ ജീവിതം തുടങ്ങുന്നത്. ശേഷം ജൂലൈ 4, ചോക്ലേറ്റ്, മിന്നാമിന്നിക്കൂട്ടം, ലോലിപോപ്പ് തുടങ്ങിയ നിരവധി മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരം പിന്നീട് സത്യ എന്ന സിനിമയിൽ ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് മികച്ച അവസരങ്ങൾ ലഭിക്കാത്തത് എന്തോ സിനിമയിൽ ഇപ്പോൾ സജീവമല്ല. റിമ കല്ലിങ്കൽ ഋതുവാണ് റിമ കല്ലിങ്കൽ ആദ്യമായി അഭിനയിച്ച ചിത്രം. 2008 മിസ് കേരള മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് റിമയ്ക്ക്. നിദ്ര, 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള 2012 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് താരം. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിലാണ് റിമ ആദ്യമായി ഐറ്റം ഡാൻസ് അവതരിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ് ചെയ്യൂ. നന്ദി.